ടെഹ്റാനിൽ ഹമാസ് തലവൻ ഇസ്മായിൽ ഹാനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പ്രതികാര ഭീഷണിയുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. പ്രതികാരം ചെയ്യുമെന്നുറപ്പിച്ച് ഹിസ്ബുള്ളയും രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിൽ ഹദേരയുടെ വടക്ക് വ്യോമമേഖല അടച്ചു. ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ദീർഘദൂര മിസൈൽ പ്രതിരോധ സംവിധാനമായ ആരോ സിസ്റ്റത്തിനരികെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇസ്രായേൽ സൈനികരെ അഭിസംബോധന ചെയ്തു. ഏത് സാഹചര്യങ്ങളും നേരിടാൻ തയ്യാറാണെന്നും എന്നാൽ യുദ്ധം ഒഴിവാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വൻ ഭീഷണി ഉയർത്തുന്ന മിസൈലുകളെ തടഞ്ഞു നിർത്തി നശിപ്പിക്കുന്നതിന് സുപ്രസിദ്ധമാണ് ഇസ്രായേലിന്റെ ആരോ സിസ്റ്റം. ബെയ്റൂട്ടിൽ നടന്ന IDF വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടതിനും ടെഹ്റാനിൽ ഹമാസിന്റെ രാഷ്ട്രീയ നേതാവിന്റെ മരണത്തിനും പിന്നാലെയാണ് യോവ് ഗാലന്റ് ഇസ്രായേലിൽ കനത്ത ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നതായി അറിയിച്ചിരിക്കുന്നത്. തുടർച്ചയായി ഇസ്രായേലിൽ ഇറാന്റെ നേതൃത്വത്തിൽ ഹിസ്ബുള്ള ഹമാസ് തീവ്രവാദികൾ നടത്തിവന്നിരുന്ന ആക്രമണങ്ങൾക്കുള്ള പ്രത്യാക്രമണമായിരുന്നു ഇരു ഭീകര സംഘടനയുടെയും നേതാക്കളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ വിജയകരമായി നടത്തിയത്. ഇസ്രായേലിൽ പ്രവേശിക്കുമെന്ന ആക്രമണ ഭീഷണി മുഴക്കിയ തുർക്കി പ്രസിഡന്റ് തയ്യിപ് എർദോഗനും തന്റെ സഹോദരനെന്ന് ഇസ്മായിൽ ഹാനിയെ വിശേഷിപ്പിച്ച് ഇസ്രായേലിനെതിരെ വീണ്ടും ഭീഷണി മുഴക്കിയിട്ടുണ്ട്.